നമ്മൾ കാസർഗോഡ്. ഇതായിട്ടോ? ഓ ഹലോ ഗൈസ്, മറ്റൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മാരിയോ. അപ്പോൾ ഗൈസ്, ഇപ്പം ഏകദേശം ടൈം പറഞ്ഞാൽ 3:20 നിങ്ങൾക്കറിയാം, നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കാസർഗോഡ് ഹരിക്ക് പെണ്ണ് കാണാൻ പോയി. അതിനിടെ ഒരു ചറുമുറും കഴിച്ച് നൈറ്റാണ് നമ്മൾ അവിടുന്ന് പോകുന്നത്. കാസർഗോഡ് നിന്ന് ഇറങ്ങിയിട്ട് ഏകദേശം 110 കിലോമീറ്ററോളം നമ്മൾ ട്രാവൽ ചെയ്ത് കണ്ണൂരിലെ ഹൈപ്പർ ചാർജിന്റെ അവിടെയാണ് നമ്മൾ അന്ന് സ്റ്റേ അടിച്ചത്. എന്തായാലും നമ്മളൊരു 3 മണിയാകുമ്പോഴത്തേന് ഞാൻ നീച്ച് നോക്കിയപ്പോൾ വണ്ടി ഫുൾ ചാർജ് ആയിട്ടുണ്ട്. ഗൈസ്, ഇപ്പം ഏകദേശം സമയം പറഞ്ഞാൽ 6:45. നമ്മൾ ഇന്നലെ ഇവിടെ നൈറ്റ് കുറച്ച് നേരം കൂടി ഒന്ന് കടന്നുറങ്ങി. ഹൈപ്പർ ചാർജർ ഡിസ്കണക്ട് ചെയ്തിട്ടോ. ഉറക്കക്ഷീണം വരാതിരിക്കാനാണ് നമ്മൾ കുറച്ചേരം കൂടി കടന്നുറങ്ങിയത്. എന്തായാലും നമ്മൾ ഇപ്പോൾ ഉള്ളത് പറഞ്ഞാൽ കണ്ണൂരിലെ ഹൈപ്പർ ചാർജറാണ്. ഇനി നമ്മൾ കോഴിക്കോടിലെ ഹൈപ്പർ ചാർജറാണ് അടുത്ത പോകേണ്ട ഡെസ്റ്റിനേഷനാണ്. പിന്നെ ഒരു കാര്യം കൂടി പറയാണ്ട്, ഈ കണ്ണൂർ ഷോറൂമിന് മുന്നിൽ കിടക്കുന്ന ഹൈപ്പർ ചാർജർ ഓല ഇലക്ട്രിക് ആപ്പിലോ അല്ലെങ്കിൽ ഗൂഗിൾ മാപ്പിലോ മാർക്ക് ചെയ്തിട്ടില്ല. അപ്പൊ ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഓലയുടെ ഷോറൂമിന്റെ നേരെ മുന്നിൽ തന്നെ ട്രൂ വാല്യൂ കാർസ് എന്നുണ്ട്. ഇപ്പൊ ട്രൂ വാല്യൂ കാർസ് ഇൻ കണ്ണൂരിന്ന് ഗൂഗിൾ മാപ്പിൽ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ കിട്ടും. സൂര്യന് ഉദിച്ചു കഴിഞ്ഞൊരു സമയമായപ്പോഴാണ് നമ്മൾ യാത്ര തുടങ്ങിയത്. നമുക്കിനി ഇവിടുന്ന് പോകേണ്ടത് ഏകദേശം 99 കിലോമീറ്റർ ആണ്, കോഴിക്കോട് ശാരദാ മന്ദിരത്തിലുള്ള ഹൈപ്പർ ചാർജറിന്റെ അടുത്തേക്ക്. അപ്പൊ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിരുന്നു കണ്ണൂരിലെ ഹൈപ്പർ ചാർജർ ഒന്നും വർക്കിംഗ് എടുത്തില്ല. അപ്പോൾ ആൾക്കാർ വന്നിരുന്നു. നമ്മൾ കുത്തിച്ച് കടന്നുറങ്ങുന്ന സമയത്ത് ഒരു 2 മണിയൊക്കെ ആയപ്പോൾ തന്നെ ആൾക്കാർ വന്നിരുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു, നിങ്ങൾ ചാർജ് ചെയ്തിട്ട് തിരിച്ച് കുത്തി വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പോയി കടന്നത്. അതുകൊണ്ട് കൂടിയാണ് നമ്മുടെ വണ്ടിയിൽ ചാർജ് ആവാൻ ഇത്ര ടൈം എടുത്തത്. അല്ലെങ്കിൽ 2 മണിന്റെ ഉള്ളിൽ തന്നെ വണ്ടി ഫുൾ ചാർജ് ആയിരുന്നു. ഗൈസ്, നിങ്ങളിത് കാണണം. നമ്മുടെ ഏകദേശം കോഴിക്കോട് ടൗൺ കഴിഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷേ നമ്മുടെ വണ്ടിയിൽ എത്ര ചാർജ് നോക്കി, 5 കിലോമീറ്റർ. എന്തോ ഭാഗ്യത്തിന് നമുക്ക് ആ 1.6 കിലോമീറ്റർ ഇനി ട്രാവൽ ചെയ്താൽ മതി ഹൈപ്പർ ചാർജറിന്റെ അടുത്തായിരിക്കും. ഗൈസ്, നമ്മൾ കണ്ണൂരോട്ട് പോകുമ്പോൾ ഇതേ സിറ്റുവേഷൻ നമ്മുടെ വണ്ടി ബാറ്ററി വീക്കായിട്ട് ഹൈപ്പർ ചാർജറിന്റെ അടുത്ത് റോഡിൽ നിൽക്കേണ്ട ഒരു അവസ്ഥ നമുക്ക് വന്നിട്ടുണ്ട്. അതേ അവസ്ഥ ഇവിടെ വരുത്തില്ല എന്ന് നമുക്ക് കരുതാം. ഗൈസ്, എന്തോ ഒരു ഭാഗ്യത്തിന് നമ്മൾ നാട്ടു റോഡിൽ നിന്നില്ല. 2 കിലോമീറ്റർ കുഞ്ഞ് വണ്ടിയിലുള്ളൂ. നമ്മളെന്തായാലും ശാരദാമന്ദിരമുള്ള ഹൈപ്പർ ചാർജറിന്റെ അവിടെ ഇങ്ങനെ സേഫ് ആയിട്ട് എത്തിയിട്ടുണ്ട്. കണ്ണൂരുള്ള പോലെ തന്നെ ഇവിടെയും ഒന്ന് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. എന്തായാലും വർക്കിനടുത്ത് വണ്ടിയിൽ കുത്തി വയ്ക്കാം. ഇവരെന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലായി? ഈ സാധനം ഓഫ് ആക്കിയിട്ടാണോ അവര്? റെസ്പോൺസ് ഇല്ല, സാധനം ഓഫ് ആക്കിയിട്ടാണ്. ആ വണ്ടി ചാർജിനിട്ട് നമ്മൾ ഷോറൂമിൻ്റെ ഉള്ളിൽ പോയി കുറച്ച് ഇരിക്കാൻ പറ്റുമോ നോക്കട്ടെ. ലാസ്റ്റ് ഇതേണ്ട അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ചാർജ് ആയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, നല്ല ട്രെയിനിൽ ടെമ്പറേച്ചർ ആയിട്ടുണ്ട്. ഞാൻ മാറ്റി കൂട്ടാൻ എഴുതിയിട്ടാ 68 വരെ കിട്ടി. അൺപ്ലഗ് കേട്ടോ. ഇതേണ്ട ഇത്രയും കിലോമീറ്റർ പോകണം. 94 കിലോമീറ്റർ ഉണ്ട്. ടോട്ടൽ 250 കിലോമീറ്റർ ഓടി. ഇതേണ്ട നമ്മുടെ കോഴിക്കോട് ഹൈപ്പർ ചാർജറാണ്. പറവത്തിൻ്റെ അടുത്തുള്ള കേട്ടോ. ഗൈസ്, നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് പറഞ്ഞാൽ മലപ്പുറത്തുള്ള ഹൈപ്പർ ചാർജറിലാണ്. നമ്മൾ കോഴിക്കോട് നിന്ന് എൻ്റെ വീടായ കാളികാവിലോട്ട് പോകണ വഴി വണ്ടി ചാർജ് കഴിഞ്ഞ് വഴിയിൽ നിൽക്കുമെന്ന് എനിക്ക് ചെറിയ സംശയം. അപ്പോൾ നമ്മളെ റൂട്ടിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ അപ്പുറത്ത് കിടക്കണം മലപ്പുറത്തുള്ള ഹൈപ്പർ ചാർജർ നമ്മൾ ശ്രദ്ധിച്ച്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് കുറച്ച് ചാർജ് ആയി കഴിഞ്ഞാൽ നമുക്ക് സേഫായിട്ട് വീട്ടിലെത്താനുള്ള മൈൻഡിലാണ് ഇവിടെ കൊടുന്ന് കുത്തിയിട്ട്. ഗൈസ്, സമയം ഇപ്പോൾ 12:54 ഇപ്പോൾ വണ്ടിയിൽ ചാർജ് പറഞ്ഞാൽ 26% 39 കിലോമീറ്റർ എസ്റ്റിമേഷനുണ്ട്. ഒരു ചേട്ടൻ വന്നിരുന്നു. ആ ചേട്ടന് വണ്ടി കുറച്ചേരം കുത്തി വെച്ചാൽ തരണം. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ ചാർജർ ഊരി മൂപ്പര് കൊടുത്തുട്ടോ. കാസർഗോഡോ? ഇതായിട്ടോ? ഓ ഗൈസ്, പിന്നെ രാവിലെ ഒന്നും കഴിക്കാത്തോണ്ട് ഞങ്ങൾ പോകുന്ന വഴി ഒരു വത്തക്ക വെള്ളം കുടിക്കാൻ പറ്റി. പിന്നെ പറ്റി വത്തക്ക വെള്ളം എന്തിനാ കുടിക്കണേ, അതിനേക്കാൾ നല്ലത് വത്തക്ക വാങ്ങല്ലേ. നമ്മുടെ ഡിക്കിൻ്റെ ഉള്ളിൽ ഫുൾ കിച്ചൺ സെറ്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പമ്പ് പോയിട്ട് വത്തക്ക വെള്ളം ഉണ്ടാക്കാന്നുള്ള മൈൻഡിൽ വത്തക്കയും മേടിച്ചാണ് നമ്മൾ പോകുന്നത്.
പക്ക വായിക്കടെ വേണം എന്നോട്ടോ. പൂക്കോഴത്തെ ഹൈപ്പർ ചാർജ് കട്ടാവും ഓണാവും കട്ടാവും ഓണാവും, ഇതാണ് അവസ്ഥ. അതും ഊരി കുത്തണം വീണ്ടും വീണ്ടും. എന്തായാലും ഞാൻ ഇവിടുന്ന് പോവാണ്. ഇതിന് അധികം ഇത് കുറേ ടൈം എടുക്കണം. സാധാരണ ചാർജ് ചെയ്ത് അതിനേക്കാൾ ബെറ്റർ ആയിട്ട് കയറുന്നുണ്ട്. ഇപ്പം സമയമാണ് 1:43. നമ്മൾ ഒരുപാട് ട്രൈ നോക്കി ഇതെങ്ങനെയും ചാർജ് ചെയ്ത് നാട്ടിൽ നേരെ എത്താൻ പറ്റും. ഒരു സാധ്യതയല്ല നമ്മുടെ വഴി നിന്നും ചാർജ് ചെയ്യേണ്ടി വരും. ഈ ഹൈപ്പർ ചാർജിനൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇതാണ് തേമാരി നിൽക്കേണ്ടത്. കാണില്ലേ ഹൈപ്പർ ചാർജർ പൂക്കോട്ടൊരു വർക്കിംഗ് ആണെന്ന് എഴുതിപ്പോയതാണ്. കണ്ട ഒക്കെ പണിപാടി. ഇനിയിപ്പോൾ ഇവിടുന്ന് ചാർജ് ചെയ്യണം. ഒരു 10 അരമണിക്കൂർ കുത്തിവെച്ചാൽ മതി. ഇന്നത്തെ തന്നെ സെറ്റാണ്. അവിടെ നിർത്താതെ പോകാൻ മതി. നേരെ വീട്ടിൽ നിന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വീട്ടിലെത്തിയിരുന്നു. ആ ഹൈപ്പർ ചാർജിൻ്റെ അടുത്ത് പോയ ചാർജും വെറുതെയായി, സമയം വെറുതെ. എത്ര ചാർജ് ആക്കിയിട്ടോ 21 നേരെ വീട്ടിൽ കിടാം. കിടക്ക് അങ്ങനെ ഗ്യാസ് മോനെ കൊടുന്നോടന്ന് തന്നെ തിരിച്ച് കൊണ്ടാക്കി. ഞാൻ ലഗേജ് ഒഴിവാക്കണം, വീട്ടിൽ പോകണം, റെസ്റ്റ് എടുക്കണം. ഗൈസ് ഞാൻ വീട്ടിലെത്തിയപ്പോൾ ഏകദേശം 4:39. നമ്മുടെ വണ്ടി 290 കിലോമീറ്റർ കവർ ചെയ്തിട്ടോ. നമ്മുടെ വണ്ടിയിൽ ഇനി 18% 27 കിലോമീറ്റർ എസ്റ്റിമേഷനും ഉണ്ട്. ഗൈസ് നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. അവസാനമായിട്ട് നമ്മുടെ യാത്രയുടെ ഒരു സമ്മറി ഞാൻ പറയാം. ഞാനും എൻ്റെ കൂട്ടുകാരനും തെയ്യം കാണുന്ന ലാഗത്തിലൂടെ കാസർഗോഡേക്ക് എൻ്റെ ഈ ഓലയും കൊണ്ട് യാത്ര തുടങ്ങിയാണ്. 1.5 ദിവസം എടുത്തു ഞങ്ങൾക്ക് മലപ്പുറത്ത് നിന്ന് കാസർഗോഡ് എത്താൻ. പോകുന്ന വഴിയുള്ള ചാർജിങ് സ്റ്റേഷനിൽ ചാർജ് ചെയ്തും ബീച്ചിൽ പോയി കുക്ക് ചെയ്തും വഴിയോരങ്ങളിൽ കിടന്നുറങ്ങിയും നമ്മൾ യാത്ര കാസർഗോഡ് കൊണ്ടെത്തിച്ചു. അവിടെ എത്തിയതിനു ശേഷം ഹരിയായിരുന്നു നമ്മുടെ കാസർഗോഡ് മൊത്തം കാണിച്ചു തന്നത്. കാസർഗോഡ് പോയി നമ്മൾ ഒരുപാട് നല്ല സ്ഥലങ്ങൾ കണ്ടു, ഒരുപാട് നല്ല മനുഷ്യരെ പരിചയപ്പെട്ടു. കേട്ടറിവ് മാത്രമല്ല, ഒരുപാട് നല്ല ഭക്ഷണവും കഴിച്ചു. പിന്നെ കാസർഗോഡിന്റെ സ്വന്തം ബേക്കൽ ഫെസ്റ്റും ഞങ്ങൾക്ക് കൂടാൻ പറ്റി. അവസാന ദിവസം ഹരിയുടെ ഒരു പെണ്ണുകാണലും കഴിഞ്ഞ് അവന്റെ വീട്ടുകാരോട് യാത്ര പറഞ്ഞ് നമ്മുടെ നാട്ടിലോട്ട് തന്നെ തിരിച്ചു. കാസർഗോഡ് ടു മലപ്പുറം. ചെറിയൊരു ബഡ്ജറ്റിൽ പോയി വന്ന ഈ ട്രിപ്പിൽ എനിക്ക് അധികം സമയം ചെലവഴിക്കേണ്ടി വന്നത് ചാർജിങ് തന്നെയാണ്. പക്ഷെ അതൊരു വലിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ. ഈ ഒരു വീഡിയോ ഈ യാത്രയിലൂടെ നിൽക്കുന്നില്ല. ഇനിയും നമ്മൾ ഒരുപാട് യാത്രകൾ പോകും. ആരോ പറഞ്ഞ പോലെ നമ്മൾ നമ്മളെ തന്നെ തേടി പോകുന്നതാണ് ഓരോ യാത്ര എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ കാസർഗോഡ് സീരീസ് നമ്മളോട് തീർക്കണം. ടേക്ക് കെയർ, റൈഡ് സേഫ്. See you on the next video. This is me, Mario, signing off.